കലിപ്പന്റെ കുറുമ്പിപ്പെണ്ണ്. രചന ലച്ചൂട്ടി ലച്ചു. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനോ. കിടക്കയിൽ നിന്നും സർവ്വശക്തിയും എടുത്ത് പിടഞ്ഞെഴുന്നേറ്റ് ചാരു. ചാരു ഞാൻ. സിദ്ധാർത്ഥ ദയനീയമായി അവളെ നോക്കി. ചാരുവോ? ഏത് ചാരു? അവള് മരിച്ചു ഇന്നലെ. നിങ്ങൾ അവളെ കൊന്നു. ഈ നിൽക്കുന്ന വെറും ചട, പരിശുദ്ധി നശിച്ചുപോയ വെറും ശവശരീരം. തിരിച്ചൊന്നും പറയാ തലകുമ്പിട്ടിരിക്കുന്ന സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായില്ലേ? അതോ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ ഈ നിമിഷം അത് സാധിപ്പിക്കേ. പൂർണ്ണമായിട്ട് ഞാൻ എന്റെ മരിച്ച ദേഹത്തെ നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുക. വല്ലാത്തൊരാസക്തിയോട് അവൾ പറഞ്ഞ വാക്കുകൾ സിദ്ധാർത്ഥ് സ്വയം വെറുത്തുപോയി. തന്റെ ചെയ്തിയെക്കുറിച്ച് ഓർത്തു. കണ്ണീരിനിടയിൽ അവൾ ഭ്രാന്തമായി പൊട്ടിച്ചിരിച്ചു. അട്ടഹസിച്ചുകൊണ്ട് അവൾ അയാൾക്ക് നേരെ നടന്നെടുത്തു. എന്തേ, ഒറ്റ രാത്രി കൊണ്ട് മടുത്തോ? ചാരു, ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയില്ലേ. നീ എന്നെ വിട്ട് പോവാതിരിക്കാൻ എനിക്കൊരു അബദ്ധം പറ്റി. എന്നോട് ക്ഷമിക്കും മോളെ. അയാൾ യാചനയോട് അവളെ ദയനീയമായി നോക്കി. അതിന് സിദ്ധാർത്ഥ് എന്ത് തെറ്റാ ചെയ്ത്? എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? പെട്ടെന്ന് അവളിലുണ്ടായ രൂപമാറ്റം അയാളെ ഭയപ്പെടുത്തി. സിദ്ധാർത്ഥ് ഒറ്റ രാത്രി കൊണ്ട് എന്നെ അനുഭവിച്ചു. അതിലെനിക്ക് പരാതിയില്ല. പക്ഷെ രാവിലെ ഉണരുമ്പോൾ ഒരു കെട്ട് നോട്ടിയിട്ട് ഇവിടെ കാണേണ്ടതാ. അതിലാ എനിക്ക് വിഷമം. അവൾ പൈശാചികമായി ഒന്ന് പുഞ്ചിരിച്ചു. മനസ്സിലായില്ല. സിദ്ധാർത്ഥിന്റെ മുഖഭാവം മാറി. കീഴ്വഴക്കം അങ്ങനെയാണല്ലോ. ഒരു രാത്രിക്ക് എത്രയാ? മുമ്പിങ്ങനെ ആർക്കു വേണ്ടി ചെയ്തു കൊടുത്ത് ശീലമല്ല എനിക്ക്. ചാരു! സിദ്ധാർത്ഥിന്റെ ശബ്ദം ഉയർന്നു. ചൂണ്ടുവരെ അവൾക്ക് നേരെ ഉയർത്തുമ്പോഴും അയാളുടെ ചുണ്ടുകൾ വിറവുകൊണ്ടിരുന്നു. നോ, നിങ്ങളെ സ്നേഹിച്ച ഒരു പഴയ പൊട്ടിപ്പെണ്ണായ ചാരുവല്ല ഞാൻ. ഈ നിൽക്കുന്ന പ്രജ്ഞ നശിച്ച, ശുദ്ധി നശിച്ച ഒരു പെണ്ണ. ഒരു രാത്രിയിലൂടെ പെണ്ണിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് ഞാൻ പരിണമിച്ചു. ആ രൂപം എന്താണെന്ന് അറിയേണ്ടത് നിങ്ങൾക്ക്. അവളുടെ വാക്കുകൾ കേട്ട് അന്തിച്ചെന്ന സിദ്ധാർത്ഥിനോട് ചേർന്ന് നിന്ന് അവൾ മന്ത്രിച്ചു. വേശ്യ. യെസ്, നൗ ഐ ആം എ പ്രോസ്റ്റിറ്റ്യൂട്ട്. സമനില തെറ്റിയപ്പോൾ ആ വാക്കുകൾക്ക് മുഖമടച്ചുള്ള അടിയായിരുന്നു മറുപടി. പൊകഞ്ഞുകൊണ്ടിരിക്കുന്ന കവിൾ തടവൾ കൈകളാൽ മറക്കവേ അയാൾ അവളുടെ ഇരുചുമലിലും തന്റെ ബലിഷ്ഠമായ കൈകൾ ഉറപ്പിച്ചുകൊണ്ട് അവളെ ഭിത്തിയിൽ ചേർത്ത് നിർത്തി. മേലിൽ, ഇനി മേൽ എന്റെ ചാരുവിനെ അങ്ങനെ വിളിച്ചു പോരുത്. അത് നീ സ്വയം വിളിക്കുന്നതായ പോലെ ഇതായിരിക്കും അതിനുള്ള മറുപടി. പിന്നീടുള്ള ദിവസങ്ങളിൽ സ്വയമേയും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾക്ക് ഭാഗമാകുകയായിരുന്നു രണ്ടാളും. ഏതു നിമിഷം വീട് വിട്ടു പോയേക്കാവുന്ന ചാരുവിൽ ഭയന്ന് അവളുടെ വെറുപ്പിനെ പങ്കിട്ടെടുത്ത് അയാൾ അവൾക്ക് കാവലായി നിന്നു. ഒരൽപ്പം ഒന്ന് പുറത്തേക്ക് പോയാലും തന്നെ വിട്ടു പോകുമോ എന്ന് ഭയന്ന് അവളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു സിദ്ധാർത്ഥ്. പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. ഒരു ദിവസം പൂനെയിൽ നിന്ന് നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങാൻ ശ്രമിക്കായിരുന്നു സിദ്ധാർത്ഥ്. അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചാൽ ചാരു കൂടെ വരില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. ആഗ്രഹിച്ച പോലെ അതിനുള്ള സാങ്ഷൻ കിട്ടിയത് അമ്മയെ അറിയിക്കാനായി വരുമ്പോഴായിരുന്നു. അവരുടെ മറുപടി അയാളെ ഞെട്ടിച്ച്. മുത്തശ്ശിക്ക് എന്തോ പെട്ടെന്ന് വയ്യായിക തോന്നിയത്രേ. ചാരുവിനെയും സ്വാതിയെയും കാണാനായി വിളിപ്പിച്ചിട്ടുണ്ടെന്ന്. തന്നോടൊരു വാക്ക് പോലും പറയാതെ പോയ ചാരുവിനോടുള്ള അമർഷത്തിന് പകരം അവൾ ഇന്ന് നീക്കുമായി അവിടെ തന്നെ സ്ഥിരതാമസമാക്കുമോ എന്നുള്ള ഭയമായിരുന്നു സിദ്ധാർത്ഥിനെ മതിച്ചുകൊണ്ടിരുന്നത്. ശരം വിട്ട പോലെ തറവാട്ടിലേക്ക് പാഞ്ഞു ഓടിയെത്തിയ അയാൾ. എല്ലാവരും മുത്തശ്ശിക്ക് ചുറ്റുമുണ്ടായിരുന്നു. ദീനം ദിനം പ്രതി കൂടിയതും അവരുടെ ചുക്കി ചുളിഞ്ഞ മുഖത്തിന്റെ അവസാനത്തെ തെളിച്ചവും മങ്ങുന്നതിലൂടെ സിദ്ധാർത്ഥ് തിരിച്ചറിഞ്ഞു. പതിയെ ചെന്ന് അവരുടെ കരം ഗ്രഹിച്ചു. ചാരു എവിടെ മോനെ? എന്റെ കുട്ടിയുടെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ? ഞെട്ടിലോടെയായിരുന്നു അത് കേട്ടത്. ചാരു ഇങ്ങോട്ടേക്ക് വന്നില്ലേ? ഉള്ളിലൊരാന്തിലോടായി ചോദിക്കുമ്പോഴും എല്ലാവരുടെയും മുഖത്ത് അതിശയം പ്രകടമായിരുന്നു. ഇവിടേക്കോ? ഞാൻ കരുതി രണ്ടാളും ഒരുമിച്ചിട്ടുണ്ടെന്നാ. അവിടെ കയറി വന്നുകൊണ്ട് ചാരുവിന്റെ അച്ഛനെ അയാളുടെ ചുമലിൽ കൈപതിപ്പിച്ചു. അവിടുന്ന് ഇറങ്ങിയതാണ് സിദ്ധാർത്ഥ്. ചാരുവിനെ തേടി. അലയാത്ത ഇടങ്ങളിലായിരുന്നു, ചോദിക്കാത്ത ആൾക്കാരും. ഇത്രയും ദിവസം കൂടെ നിഴൽ പോലെ ഉണ്ടായിരുന്നുകൊണ്ടാവാം അവൾ വീട് ഉപയോഗിച്ച് പോവാത്തെന്ന സിദ്ധാർത്ഥിന്റെ പൊള്ളയായ വിശ്വാസം. ബെഡ്റൂമിലെവിടെയോ വലിച്ചെറിയപ്പെട്ട പ്രഗ്നൻസി കിറ്റ് തകർത്ത് കളഞ്ഞു. അയാൾ സ്വയം അറിഞ്ഞു താനൊരു അച്ഛനാവാൻ പോവുകയാണെന്ന്. അതുകൊണ്ട് തന്നെയാവും ചാരു തന്നെ വിട്ടുപോയതെന്ന് മനസ്സിലാക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. തന്റെ കുഞ്ഞിനെ ചാരുവിന് അടുത്തൊന്ന് കിട്ടാനുള്ള പ്രയാണം. പക്ഷേ നീ എന്നെ തോൽപ്പിച്ചളഞ്ഞല്ലോടി. സിദ്ധാർത്ഥ് ദീനമായി ചാരുവിനെ നോക്കി. എവിടെയെങ്കിലും എനിക്കൊന്നും ജയിക്കേണ്ടേ സിദ്ധാർത്ഥ്? ചാരു പൂച്ചത്തോടെ അയാളെ നോക്കി. നിങ്ങൾ എന്ത് കരുതി? നിങ്ങൾ അടിച്ചേൽപ്പിച്ച ഈ വിഴുപ്പുവാരം ജീവിതകാലം മുഴുവൻ ഞാൻ ചുമക്കുമെന്നോ? ഇതുപോലെ നിങ്ങൾ എന്നിൽ അടിച്ചേൽപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ പെറ്റുപോറ്റി നിങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നു. അതിന് ഞാൻ സർവ്വസായ സ്ത്രീത്വത്തിന്റെ പുനർജന്മം നല്ല സിദ്ധു. പ്രതികരണശേഷി എനിക്കുണ്ട്, പ്രതികാരം നിങ്ങളോടും. അടക്കി വെച്ച കോപം മുഴുവൻ പൊട്ടിയൊളിക്കുമ്പോഴും ചാരു ക്ഷീണിതയായില്ല. ഇനിയും അയാളോട് പൊട്ടിത്തെറിക്കാനുള്ള വെമ്പലേറി വരുന്ന അവൾ തിരിച്ചറിഞ്ഞു. നിനക്ക് എന്നോടല്ലേ ചാരുവെ ദേഷ്യം? അതിന് ഈ കുഞ്ഞെന്ത് വിളിച്ചു? അതിനോടെന്തിനാ നിന്റെ ഈ അർത്ഥമില്ലാത്ത പക? സിദ്ധാർത്ഥും വാക്കുകൾ കൊണ്ടുള്ള പോരിന് തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. നല്ല ചോദ്യം. ചാരു ചിരിച്ചുകൊണ്ട് തന്റെ കൈകൾ കൊട്ടി. ഒന്നിനോടുള്ള പക മറ്റൊന്നിലൂടെ തീർക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളിൽ നിന്നാണ് പഠിച്ചത്. കുടുംബവൈരാഗ്യം തീർക്കാൻ കുടിപ്പകയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു പെൺകുട്ടിയെ ചതിക്കാൻ കരുക്കൾ നീക്കിയ നിങ്ങളിൽ നിന്ന് ഞാൻ എന്ന കാലാളിലൂടെ എന്റെ കുടുംബത്തിനെ മുഴുവൻ പടവെട്ടിപ്പിടിക്കാമെന്ന നിങ്ങളുടെ തന്ത്രം ഞാനും സ്വീകരിച്ചു. അത്രമാത്രം നിസ്സംഗതയായിരുന്നു ആ വാക്കുകളിൽ. അതും ഇതും തമ്മിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ? ചെറുപ്പത്തിന്റെ വിവേകമില്ലായ്മയിൽ എനിക്ക് പറ്റിയൊരു അബദ്ധം. മതിയാകും സീതു. കേട്ട് തഴമ്പിച്ചു പോയി വാക്കുകൾ. നിങ്ങൾക്ക് പറ്റുന്നല്ല അബദ്ധം, വിവേകമില്ലായ്മ, വിവരമില്ലായ്മ. ഞാൻ ചെയ്യുന്നതൊക്കെയും പൊറുക്കാനാവാത്തു. ഈ ന്യായം വിലപ്പോവില്ല സിദ്ധു. നിങ്ങളോട് എനിക്ക് ഇനിയൊന്നും സംസാരിക്കാനില്ല. ഞാൻ പോകുന്നു.
അയാളെ കടന്നു പോകാൻ ഒരുങ്ങിയ ചാരുവിന്റെ കാതിൽ അയാളുടെ നിലവിളി വീണു. പോയിക്കോളൂ, എവിടെയാണെന്ന് വെച്ചാ. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നിന്റെ കൺവെട്ടത്ത് പോലും ഞാൻ ഇനി വരില്ല. പക്ഷേ എന്തേ? അല്ല, നമ്മുടെ കുഞ്ഞിനെ നീ കൊല്ലരുത്. അതിന് നീ ഇനിയും മുതിർന്ന നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന നമ്മുടെ കണ്ടുമുട്ടലുകൾ ഇനിയും ഉണ്ടാവും. ഇനി ഇവിടെ നിന്നാൽ ഒരുപക്ഷെ തന്റെ അടച്ചുപൂട്ടിയ വികാരങ്ങളും വിഷമങ്ങളും ആ നെഞ്ചിൽ തീർക്കേണ്ടി വരുമോ എന്ന് ചാരു ഭയന്നുപോയി. നിറഞ്ഞു വന്ന കണ്ണുകൾ സിദ്ധാർത്ഥ് കാണാതിരിക്കാനായി ചാരു വേഗത്തിൽ നടന്നകന്നു. മോളെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് ചെന്നപ്പോഴായിരുന്നു രാജ്യമ്മ ഉമ്മറത്തേക്ക് ഓടി വന്ന് ചാരുവിനെ അറിയിച്ച്. ആരാ തന്നെ കാണാൻ? അകത്തേക്കായിരുന്നതിന് മുമ്പേ പുറത്തേക്ക് വന്ന ആളെ കണ്ട് ചാരു ഒരു നിമിഷം നിന്നുപോയി. അർജുൻ, താനിവിടെ? എല്ലാം ഞാൻ പറയാൻ ചാരു, പക്ഷെ അതിനു മുന്നേ താനറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. സിദ്ധാർത്ഥിന്റെ വക്കാലത്തായിട്ടാണ് അർജുന്റെ വരവെങ്കിൽ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. വക്കാലത്തല്ല, ആരെ പറ്റിയും കുറ്റം പറയാനുമല്ല. പക്ഷെ ഇതിനിടയിൽ എപ്പോഴേക്കും താൻ അറിയാതെ പോയ ചില സത്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്തവ. എല്ലാം കേട്ട് കഴിയുമ്പോൾ സിദ്ധാർത്ഥിനുള്ള നിന്റെ സമീപനം മാറും, എനിക്ക് ഉറപ്പാ. വേണ്ട, ആ സമീപനം ഈ ജന്മത്തിൽ മാറില്ല. വീണ്ടും കെട്ടിച്ചമച്ച നുണകൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. പറഞ്ഞു വിട്ട ആളോട് തന്നെ ചെന്ന് പറഞ്ഞേക്ക് ചാരുവിനെ ഒരിക്കലും അയാളെ വിശ്വസിക്കാനാവില്ലെന്ന്. അർജുനെ പറഞ്ഞു വിട്ട സിദ്ധു അല്ല, ഞാനാ. അർജുന്റെ പിറകിൽ നിന്ന് ആളെ കണ്ട് ചാരു അന്താളിച്ചു പോയി. അച്ഛൻ? അതേ മോളെ, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്ന്. ഒരു തറവാട് മുഴുവൻ നിന്റെയും നിന്റെ ഉള്ളിൽ കിടക്കുന്ന ഞങ്ങളുടെ പേരക്കിടാവിനെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഒത്തിരിയായി. ഞാൻ എങ്ങോട്ടുമില്ല അച്ഛാ. മോള് വരണം, അവിടെ ഒരാൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളെക്കാളേറെ നിന്നെ ഓത്തിരിക്കുന്നുണ്ട്. ആ ആൾക്ക് വേണ്ടിയാ അച്ഛൻ മോളോട് അപേക്ഷിക്കുന്നത്. ചാരു എതിരഭിപ്രായം പറയുന്നതിന് മുമ്പേ അച്ഛൻ അവളുടെ കൈകൾ മുറുകെ പിടിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തോളിൽ ചാഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുന്ന ചാരുവിനെ കണ്ട് രാജ്യമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. സിദ്ധാർത്ഥ് മാവ് പറഞ്ഞ പെൺകുട്ടി ചാരുമോളാണെന്ന് വൈകിയെങ്കിലും അവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. തറവാട്ടിലേക്ക് ചെല്ലുമ്പോൾ നാട് വിട്ടുപോയ മകളുടെ തിരിച്ചറിവ് കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് ഉമ്മറപ്പടിയിൽ ചാരിക്കുന്ന അമ്മയെ കണ്ടപ്പോൾ ചാരുവിന്റെ ഉള്ളം വിങ്ങി. മോളെ വിറക്കുന്ന ശബ്ദത്തോടെ അവർ വിളിച്ചതും അവളെ ചേർത്ത് വിണിച്ച് മാറോടണച്ചത് ഒരുമിച്ചായിരുന്നു. നിറവീണ മുടിനാരിലൂടെ വിരലുകൾ ഓടിച്ചപ്പോഴും ചാരുവിന്റെ മുഖം കുറ്റബോധം കൊണ്ട് താഴ്ന്നിരുന്നു. കല്യാണിക്കുട്ടി, വയസ്സായി അല്ലേ? വേദനയോട് അവൾ ചോദിച്ചു. അവർ വിമ്മിക്കറിഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. എത്ര നാളായി മോളെ നിന്നെ കണ്ടിട്ട്? അവൾ മറുത്തൊന്നും പറയാതെ അകത്തേക്ക് കയറാൻ ഒരുങ്ങിയതും അഭിമുഖമായി ചെരിഞ്ഞുയർന്നു നിന്നിരുന്ന ഭിത്തിയിൽ വിളക്ക് വെട്ടത്തിൽ പ്രകാശിക്കുന്ന ഫോട്ടോ കണ്ട് വെള്ളിടി വെട്ടിയതുപോലെ അവിടെ തറഞ്ഞു പോയി. മുത്തശ്ശി ഉയർന്നു വന്ന് വിളിക്കൊപ്പം ചാരുലതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോള് പോയതിൻ്റെ 2ാം ദിവസമായിരുന്നു. അവസാനമായിട്ട് മോളെ ഒന്ന് കാണാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പാവം. അമ്മ വന്ന് അവളുടെ ശിരസിൽ തലോടിയപ്പോഴും അവൾക്ക് ആ സത്യം ഉൾക്കൊള്ളാനായിരുന്നില്ല. അവസാനമായിട്ട് തന്നെ ഒന്ന് കാണാൻ കൊതിച്ചിട്ട് പോലും തനിക്ക് എത്താൻ കഴിഞ്ഞില്ല. സ്വന്തം വാശിക്ക് പുറത്ത് ഇറങ്ങി തിരിച്ചപ്പോൾ എത്ര പേരുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയുമാണ് താൻ തച്ചുടച്ചത്. ചാരുവിന്റെ ഹൃദയം വെന്ത് നീറി. തിരിനാളം പ്രകാശിക്കുന്ന മുഖത്ത് ഇപ്പോഴും കാണാം തന്നോടുള്ള വാത്സല്യം. ചാരുവെ എന്ന് മാടി വിളിക്കുന്ന പോലെ. അല്ലെങ്കിലും മുത്തശ്ശിക്കും ചാരുവിനെയുള്ള കാര്യം എന്നെ ഇവിടെ ആർക്കും പിടിക്കില്ലാലോ. സ്വാദേശിയുടെ പരിഭവങ്ങൾ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുത്തശ്ശി പറയും. ഇവള് നമ്മുടെ കടശി കുട്ടിയാ, ഇള്ള കുട്ടി. നിനക്ക് ഇവളെയല്ലേ ആരെക്കാളും കാര്യം. ചിരിച്ചുകൊണ്ട് മുത്തശ്ശനും തന്നോടൊപ്പം ചേരും. കുശുമ്പോടെ സ്വാതിയേച്ചി പിണങ്ങിപ്പോയി അച്ഛയെ കെട്ടിപ്പിടിച്ചിട്ട് നിൽപ്പുണ്ട്. സ്വാതി മോൾ എന്റെ രാജകുമാരിയല്ലേ? അവളെ സുഖിപ്പിക്കാനായി മുത്തശ്ശൻ തേനും മധുരവും ചാലിച്ച് ഓരോ വാക്കുകൾ തൊടുത്തു വിടുമ്പോൾ മുത്തശ്ശി ആരും കാണാതെ വന്ന് തന്റെ ചെവിയിൽ ഓതുമായിരുന്നു. എന്റെ ചാരൂട്ടി രാജകുമാരിയൊന്നല്ല, പക്ഷെ എന്റെ ജാനകിയുടെ തനി പകർപ്പാ. ശരിയാണോ? ജാനകിയപ്പയുടെ ചായയായിരുന്നു തനിക്കും. അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഏറെക്കുറെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ജാനകിയപ്പ തിരിച്ചറിഞ്ഞു. മുത്തശ്ശൻ എവിടെ അമ്മേ? അവളുടെ കാലുകൾ യാന്ത്രികമായ അകത്തളത്തിലെ ഗോവണിപ്പടികൾ കയറി. ചാരുവേ, എങ്ങോട്ടേക്കാ നീ? അച്ഛന്റെ ചോദ്യത്തിന് മുത്തശ്ശനെ കാണാനെന്ന് അവൾ ഉത്തരം നൽകി. മുത്തശ്ശൻ മുകളിലത്തെ മുറിയിലല്ല മോളെ. എവിടെയെന്ന് സംശയദൃഷ്ടിയോടെ നോക്കിയപ്പോൾ അച്ഛൻ വടക്കിനിലേക്ക് നടക്കുന്ന അവൾ കണ്ടു. അവൾ പിന്നാലെ നടന്നു. വടക്കിനി മുറി ആരും ഉപയോഗിക്കാത്തതാണ്. മുത്തശ്ശന്റെ അച്ഛൻ പാതി തളർന്ന ശരീരത്തോടെ അവസാനകാലം കഴിച്ചു കൂട്ടിയ മുറി. മരണശേഷം അടച്ചുപൂട്ടിയതിൽ പിന്നെ അവിടെ തുറക്കാറില്ലായിരുന്നു. അച്ഛാ ഇവിടെ? അവൾ അകത്തേക്ക് പോയ ഒരു നിമിഷം മടിച്ചു. അച്ഛനകത്തേക്ക് കയറിയിരുന്നു. അപ്പോഴേക്കും മരുന്നിന്റെയും കുഴമ്പുകളുടെയും കന്ന് തുളച്ച് കയറുന്നുണ്ടായിരുന്നു. അച്ഛാ, ഇതെന്താ ഈ മുറിയിലേക്ക്? മുത്തശ്ശൻ എവിടെയാ? അച്ഛൻ മൗനമായി കിടക്കിലേക്ക് വിരൽ ചൂണ്ടി. അവൾ കണ്ടു. ഒരു വട്ടമേ നോക്കിയുള്ളൂ. കമ്പിളിയിൽ പൊതിഞ്ഞ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഒരു വികൃത രൂപം. അടുത്തേക്ക് ചെന്നപ്പോഴായിരുന്നു മുഖം പോലും വ്യക്തമായത്. മുത്തശ്ശ! അവൾ ആർത്തലച്ചുകൊണ്ട് ആ ദേഹത്തേക്ക് വീണു. മുത്തശ്ശ, എന്താ പറ്റിയ മുത്തശ്ശ? ഇതെന്ത് രൂപാച്ച? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആരെയൊന്നും പറഞ്ഞു. വിങ്ങിപ്പൊട്ടുന്ന തന്നെ തോളിൽ വിരലമർത്തിക്കൊണ്ട് അച്ഛൻ ആശ്വസിപ്പിക്കുന്നത് ചാരു അറിഞ്ഞു. എത്ര പ്രൗഢിയോടെ ജീവിച്ച മനുഷ്യനാണ്. ഭയഭക്തിയല്ലാതെ വേറെ വികാരം മുത്തശ്ശനെ കാണാൻ വരുന്നവരുടെ മുഖത്ത് കണ്ടിട്ടില്ല. എന്തും ആജ്ഞാസ്വരത്തിൽ മാത്രം സംസാരിച്ചിട്ടുള്ള, പക്ഷെ തന്നെയും സ്വാധീനിച്ചയും വാത്സല്യത്തോടെ മാത്രമല്ല നോക്കിയിട്ടില്ലാത്ത ആളാണ് മരണശൈലിയിൽ എന്ന പോലെ ഇവിടെ.
മുത്തശ്ശി പോയതോടെ വീണുപോയി മോളെ. ശരീരത്തിൽ അനക്കെന്ന് പറയാൻ ഇടയ്ക്കിടയ്ക്ക് അവളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് അത്ര തന്നെ. നമുക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്തൂടാ അച്ഛാ? ആൾ കരഞ്ഞോട് ചോദിച്ചു. സിദ്ധുവിൻ്റെ മേൽനോട്ടത്തില്ല, അതിൻ്റെതായ പുരോഗതി മാത്രം ഉണ്ടെന്ന് പറയാം. ആൾക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ അച്ഛനോട് പോലും ദേഷ്യം തോന്നിപ്പോയി. അയാളോ? അയാൾ കാരണം നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെ ദുർവിധി വന്ന് എന്റെയും സ്വാതി ചേച്ചിയുടെയും ജീവിതം പാഴായി പോയത്. ആ അയാൾ തന്നെ ആശ്രയിക്കാൻ അച്ഛനെങ്ങനെ മനസ്സ് വന്നു? അല്ല മോളെ, സിദ്ധാർത്ഥ കാരണമല്ല മുത്തശ്ശനി ഗതി വന്ന്, മറിച്ച് എൻ്റെ അച്ഛൻ കാരണം അവൻ്റെ ജീവിതം താളം തെറ്റിയത്. ഒരു കണക്കിന് നീയോ അതിന് കാരണക്കാരിയാ. ഞാനും മുത്തശ്ശന് അയാളുടെ ജീവിതം നശിപ്പിച്ചെന്നോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് നിശ്ചയമുണ്ടോ? അച്ഛൻ സത്യാചാരു പറയുന്നത്. സിദ്ധു പാവൻ്റെ കുട്ടി. ചെറുപ്പത്തിലെ അമ്മ വീടിൻ്റെ വാശിക്കും പാക്കുകയിരയായി നീറാൻ തുടങ്ങിയ ജന്മാതിൻ്റെ. ചെറുപ്പത്തിൻ്റെ ചോരത്തളപ്പിൽ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിതരാക്കി ഇറങ്ങിപ്പോയ പെങ്ങളോട് ഞാനും പൊറുക്കാൻ പറ്റാത്ത പല തെറ്റുകളും ചെയ്തു പോയി. പിറക്കുന്നതിന് മുമ്പേ അവൻ്റെ കൂടപ്പിറപ്പിനെ മുഴുമിക്കാനാവാതെ കണ്ണുകളൊപ്പി. അച്ഛാ, അയാൾ എന്നോട് ചെയ്തോ? കുടുംബ വൈരാഗ്യത്തിന്റെ പേരിൽ സ്നേഹിച്ച പെണ്ണിനെ വഞ്ചിച്ച് എന്നെ സ്വാധീനിച്ച് യുവാത്തലേന്ന് വീട് വിട്ടിറങ്ങി പോയിന്റ് വന്ന് പിന്നെ വാക്കുകൾ കിട്ടാതെ അവൾ കുഴഞ്ഞുപോയി. ആയിക്കോട്ടെ, എല്ലാം സത്യ. പക്ഷെ നിന്നെ സ്നേഹിച്ചു പോയി എന്നൊരു കാരണം കൊണ്ട് തന്നെയാ അവൻ എല്ലാവരും വെറുക്കപ്പെട്ടു പോയത്. എന്ത്? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.